സുബി ഇത് കാണുന്നുണ്ടോ? സർ, ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി എന്നുള്ള ഒരു ചിന്തപ്പേര് എനിക്ക് ഉണ്ടായില്ല. പിന്നെ എൻ്റെ മകൻ്റെ അച്ഛനായിട്ട് തന്നെ ഈ സിനിമേനെ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിലേക്ക് അവസരം തന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അഭിനയിച്ചവർക്കൊക്കെ എൻ്റെ നന്ദി. തെറ്റൊന്നും പറയാനില്ല. താങ്ക് യു സർ. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു പടത്തിൽ അഭിനയിക്കുക, ആ പടം സക്സസ് ആവുക, അതിനൊരു പാർട്ടി വയ്ക്കുക, അതിൽ പങ്കെടുക്കാൻ കഴിയുക, ഒരു മൊമെന്റ് കിട്ടുക. ഈ മൊമെന്റൊക്കെ കിട്ടിയിട്ട് കാലം കുറേ. ഒരുപാട് പടത്തിന്റെ മൊമെന്റ് കിട്ടിയിരിക്കുന്നുണ്ട്, 150-200 ദിവസത്തിന്റെ. പക്ഷെ ഈ അടുത്തുള്ള കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ്. അതിൽ വളരെ സന്തോഷം. പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിനു എന്നോട് പറഞ്ഞു, ചേട്ടാ അടുത്ത പടത്തില് ഒരു വേഷം ചെയ്യണം. ഞാൻ ജിനുവിനോട് ചോദിച്ചു എന്താണ് വേഷം വെച്ചത്? പോലീസ് വേഷമാണ്. ഞാൻ അപ്പോഴേ ജിനുവിനോട്, ജിനു എന്തിനാണ് പോലീസ് വേഷം? ചേട്ടാ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കും. ഫുൾ കഥ പറഞ്ഞപ്പോ ജിനുവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ജിനുവിനോട് ഞാൻ ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയെന്ന് ചോദിച്ചപ്പോൾ ജിനു പറഞ്ഞു, ചേട്ടാ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പരിഹരിച്ചത്. ഒരു നിലയ്ക്ക് ഇടവും വല്ലതും വിടാതെ വളരെ മനോഹരമായിട്ട്. അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ, അതുപോലെ മറ്റു ക്രൂസ്, പിന്നെ ഹീറോ, അത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും കണ്ടക്ട് വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തൊരു മൂവിയാണ്. സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞവര് ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. താങ്ക് യു സോ മച്ച്.